ഉപ്പുതറ കൈതപ്പതാരിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കോരിയിട്ട എക്കൽ മണ്ണ് നീക്കം ചെയ്യാതെ നദീ സംരക്ഷണ വകുപ്പ് പീഡിപ്പിക്കുന്നതായി പരാതി. 2022 കൈതപ്പതാൽ കരിങ്കുറ്റിയിൽ കെ.പി. ജോസഫിന്റെ 30 സെന്റോളം ഭൂമിയിൽ നദീ സംരക്ഷണ വകുപ്പ് എക്കൽ മണ്ണ് കോരിയിട്ടത്. നദിയുടെ തീരം കെട്ടിക്കൊടുക്കുകയും എക്കൽ മണ്ണ് ഉടൻ നീക്കുമെന്നുമായിരുന്നു വ്യവസ്ഥ. എന്നാൽ വ്യവസ്ഥയെല്ലാം ലംഘിച്ചിട്ട് 2 വർഷം കഴിഞ്ഞു. 2018, 19, 2020 വർഷങ്ങളിലുണ്ടായ പ്രളയത്തിൽ കൈതപ്പതാൽ നദിയിൽ മണലും എക്കലും അടിഞ്ഞുകൂടി നദിയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്നു. ഇത് വീണ്ടെടുക്കാൻ ഇത് കോരിമാറ്റാൻ സർക്കാർ നദീ സംരക്ഷണ വകുപ്പിന് ഉത്തരവ് നൽകി. ഇത് പ്രകാരം നദീ സംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ ജോസഫിനെ സമീപിച്ചു. തീരം കെട്ടി നൽകാമെന്നും എക്കൽ മണ്ണ് താൽക്കാലികം ജോസഫിന്റെ പുരയിടത്തിൽ കോരിയിട്ട് താമസം കൂടാതെ മാറ്റാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. സമ്മതിച്ച ജോസഫിന്റെ 30 സെന്റ് ഭൂമിയിൽ എക്കൽ മണ്ണ് കോരിയിട്ടു. റോഡിന്റെ സംരക്ഷണ ഭിത്തി തകർത്ത് നദിയിലേക്ക് റോഡ് നിർമ്മിച്ച് JCB ഉപയോഗിച്ചാണ് എക്കൽ കോരിയിട്ടത്. പകുതി കെട്ടുകയും ബാക്കി ഭാഗം വാനം മാന്തി നിർത്തുകയുമായിരുന്നു. കോരിയിട്ടെന്ന് ചോദിച്ചു, അതിൻ്റെ അനുമതി വാങ്ങിച്ചു. അടുത്ത വർഷം കെട്ടിത്തരാമെന്നും പറഞ്ഞാണ് ഒരു കോരിയിട്ടത്. 23-ൽ ഇവിടെ കാലം വിളിച്ചില്ലേ, ഈ സംഗതി എടുത്തല്ലേ, അതെൻ്റെ ഭൂമി തന്നെയാണ്, ഞാൻ കരം കെട്ടുന്ന ഭൂമി തന്നെയാണ്. അതുവരെ പഞ്ചായത്തിൽ അപേക്ഷ വെച്ചു, പഞ്ചായത്ത് അനുമതി തന്നില്ല. അപ്പം എന്നോട് നിയമോപദേശം തരിപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ഭൂമി തന്നെയല്ലേ, അവർക്ക് എങ്ങനെ അനുമതി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാനത് പൊളിച്ച് അവർക്ക് വണ്ടി ഇറങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് കെട്ട് ചുമന്നോട് പോകാൻ പറ്റുമല്ലേ, ഇതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യം. അതെ, ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ജോസഫിന് ആകെയുള്ള 85 സെന്റ് ഭൂമിയിൽ 30 സെന്റിൽ എക്കൽ കോരിയിട്ടതിനാൽ കൃഷി ചെയ്യാൻ കഴിയില്ല. നദീ സംരക്ഷണ വകുപ്പ് ഓഫീസ് കയറിയിറങ്ങി ജോസഫ് മടുത്തു. ഫണ്ടില്ലെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. കരുതലും താങ്ങലും പദ്ധതിയിലും അപേക്ഷ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. അന്ന് അടുത്ത വർഷം കെട്ടിത്തരാമെന്നും പറഞ്ഞാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. 22 കഴിഞ്ഞു. 22 ജൂണിലാണ് ഇത് കോരിയത്. അത് കഴിഞ്ഞിട്ട് 23 ഈ വർഷം വേണേൽ അടുത്ത വർഷം ചെയ്യാമെന്ന് പറഞ്ഞു. 24 ചെയ്യാമെന്ന് പറഞ്ഞു. 24 സംഗതി ഫണ്ടായിട്ടില്ല. ഇത് ഞാനിതിനു വേണ്ടി തന്നെ കരുതലും കൈത്താങ്ങുമെന്നുള്ള അദാലത്തിലും അപേക്ഷ വെച്ചു. മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തതാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഫണ്ടില്ലെന്ന്. എക്കലും മണലും വേർതിരിച്ച് മണൽ വിൽപ്പന നടത്തി ഇതിന്റെ ലാഭം ഭൂമിയുടെ ഉടമസ്ഥന് നൽകുമെന്നായിരുന്നു അന്ന് പറഞ്ഞത്. എക്കലിൽ കാട് വളർന്ന് ഇവിടെ ഇഴജന്തുക്കളും താവളമുറപ്പിച്ചു. നദീ സംരക്ഷണ വകുപ്പ് വാഗ്ദാന ലംഘനം നടത്തുക മാത്രമല്ല, ജോസഫിന്റെ കൃഷി ചെയ്യുവാനുള്ള ഭൂമിയിൽ പകുതി നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അടിയന്തരമായി എക്കൽ നീക്കുകയും തീരം കെട്ടി നൽകുകയും വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.